ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം പൂർണ്ണമായ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ആദ്യം തന്നെ വാർത്ത പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തേജസ് യുദ്ധവിമാനം ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണിരിക്കുകയാണ്. യുദ്ധവിമാനം തകർന്നു വീഴുക മാത്രമല്ല, നമ്മുടെ പൈലറ്റ് വളരെ മികച്ച പൈലറ്റുമാരിൽ ഒരാൾ തന്നെയായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയല്ലാതെ നമുക്ക് വേറൊന്നും ഇപ്പോൾ ചെയ്യാനില്ല. ആദ്യം തന്നെ അതിലെ അഗാധമായ ദുഃഖം ഞാനിവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനരികെയാണ് അപകടമുണ്ടായത്. ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ അപകടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ദുബായ് എയർ ഷോ വരെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ സുല്ലൂർ വിമാനത്താവളത്തിൽ നിന്ന് ഈ വിമാനം യുഎഇയിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സങ്കടം നിറഞ്ഞൊരു വാർത്ത എന്നത് മാത്രമല്ല, നമ്മുടെ ജവാന്റെ ജീവൻ നഷ്ടമായത് അതിന് പകരം വയ്ക്കാൻ നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല, അല്ലേ? അപ്പോൾ അത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ തേജസ് യുദ്ധവിമാനം തകർന്നു വീഴുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിനും വലിയൊരു ആഘാതമാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാജ്യം നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ കളിയാക്കാനും സന്തോഷിക്കാനും ഒരു അവസരം കൂടിയാണിത്. തേജസ് യുദ്ധവിമാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, 100% സ്വയം പര്യാപ്തത നമ്മൾ കൈവരിക്കേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ അപകടം. 2016 തേജസ് യുദ്ധവിമാനം ഔദ്യോഗികമായിട്ട് നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാവുന്നത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് മറ്റ് എയർക്രാഫ്റ്റുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ചു മാത്രം അപകടങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു യുദ്ധവിമാനമാണിത്. വളരെ റെയർ കേസിൽ മാത്രമാണ് തേജസ് യുദ്ധവിമാനങ്ങൾക്ക് അപകടം ഉണ്ടായതായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വളരെ പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ട ഒരു അപകടം 2024 മാർച്ച് 12 നടന്നതാണ്. ഈ ഒരു അപകടത്തിൽ അന്ന് പൈലറ്റ് വളരെ സേഫായിട്ട് വിമാനത്തിൽ നിന്ന് ഇജക്റ്റ് ആയി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് തേജസ് ക്രാഷ് ആവുന്നത് 2024 ഈ 2024 അപകടത്തിലാണ് തേജസ് ക്രാഷ് ആവുന്നതും അവിടെയും പൈലറ്റ് പക്ഷേ സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടുവെങ്കിൽ ഇവിടെ പൈലറ്റിന് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ 2024 ഇൻസിഡന്റ് പറയാനൊരു കാരണമുണ്ട്. ഈ 2024 അപകടത്തിന് കാരണമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അതായത് വിമാനത്തിലെ ഓയിൽ പമ്പിലെ തകരാറ് മൂലമുണ്ടായ എഞ്ചിൻ തകരാറ് കാരണമാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഒഫീഷ്യലി നമുക്കറിയാൻ കഴിയുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസിലെ ലേഖനത്തിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കൃത്യമായ കാര്യമാണത്. എന്ന് വെച്ചാൽ എഞ്ചിനുമായി ബന്ധപ്പെട്ട തകരാറ് കാരണമാണ് 2024 വിമാന അപകടമുണ്ടായിരിക്കുന്നത്. ലോകത്തെ മറ്റ് യുദ്ധവിമാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ഈ തേജസ് യുദ്ധവിമാനം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു വിമാനമാണ്. എന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് ഫ്ലൈറ്റ് ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു വിമാനമാണ് നമ്മുടേത്. കാരണം അപകടങ്ങൾ തീരെ ഇല്ലാത്ത മികച്ച സുരക്ഷിതമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് എന്ന് പേര് കേട്ട ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നു. 17ഓളം ടെസ്റ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പ്രോട്ടോടൈപ്സ്, ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ആയിട്ട് 17ഓളം ടെസ്റ്റുകൾ നമ്മൾ നടത്തിയപ്പോൾ ഒരു ആക്സിഡന്റ് പോലും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. മണിക്കൂറുകളോളം വിമാനം പറത്തി നമ്മൾ പരീക്ഷണം നടത്തിയതാണ്. എന്തിന്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പോലും തേജസ് യുദ്ധവിമാനങ്ങളിൽ ഇരുന്ന് യാത്ര നടത്തുകയും വളരെ സുരക്ഷിതമായിട്ട് അദ്ദേഹം മടങ്ങിയെത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. സോ അത്തരത്തിൽ പരീക്ഷണ ഘട്ടങ്ങളിലൊന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് മണിക്കൂറുകൾ പറത്തിയപ്പോൾ പോലും യാതൊരു അപകടവും കാണിക്കാത്തൊരു വിമാനം. ലോകത്തെ അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും അടക്കം വിമാനങ്ങൾ പരീക്ഷണ പറക്കലുകൾക്കിടയിൽ പല അപകടങ്ങളിൽ പെട്ടപ്പോഴും, സൗത്ത് കൊറിയൻ വിമാനങ്ങൾ അപകടത്തിൽ പെട്ടപ്പോഴും ഒന്നും നമ്മുടെ തേജസ് വിമാനം അത്തരത്തിൽ യാതൊരു അപകടത്തിലും പെട്ടിട്ടില്ല എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു ട്രാക്ക് റെക്കോർഡ് തന്നെയായിരുന്നു. പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിക്കുന്ന JF-17 എന്ന് പറയുന്ന വിമാനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡ് അടക്കമുള്ള ലേഖനങ്ങൾ പറയുന്നത് 4 മടങ്ങ് ബെറ്റർ ആയിരുന്നു നമ്മുടെ തേജസ് വിമാനം. അതായത് അപകടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ JF-17 അപകടത്തിൽപ്പെട്ടതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 4 മടങ്ങ് ബെറ്റർ സേഫ്റ്റി റെക്കോർഡ് ഉണ്ടായിരുന്ന നമ്മുടെ തേജസ് വിമാനം ദുബായ് പോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന എയർ ഷോയിൽ ഇപ്പോൾ തകർന്നു വീണിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഒരു സാധാരണ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ, തേജസ് യുദ്ധവിമാനത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇത് സ്വാഭാവികമായി നടന്നതാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അട്ടിമറി നടക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റുന്നുമില്ല. കാരണം നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ എഞ്ചിനാണ്. 60 മുതൽ 70% ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണ് തേജസിൽ ഉപയോഗിക്കുന്നതെങ്കിലും ബാക്കിയുള്ളവ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും
വാങ്ങുന്നതോ വരുത്തുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ 100% തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരു വിമാനമല്ല ഇപ്പോഴും. നമ്മൾ 100% ആത്മനിർഭർ ഭാരതിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ തേജസ് യുദ്ധവിമാനം ഇപ്പോൾ അപകടത്തിൽപ്പെടുമ്പോൾ എന്താണ് അത് കാരണം സംഭവിക്കുന്നത് എന്നത് വെച്ചിട്ട് വേണം ഇത് അട്ടിമറിയാകാനുള്ള സാധ്യതയിലേക്ക് നമ്മുടെ ചർച്ച പോകേണ്ടത്. തേജസ് വിമാനം മികച്ച പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ ഈ യുദ്ധവിമാനം വാങ്ങാനായിട്ട് മുന്നോട്ട് വരും. കാരണം ഇന്ത്യ മാസ് പ്രൊഡക്ഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഏത് വിമാനങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ യുദ്ധവിമാനം മത്സരിക്കുക? സ്വാഭാവികമായിട്ടും F-16 മത്സരിക്കും. അതുപോലെ തന്നെ റഷ്യൻ യുദ്ധവിമാനങ്ങളുമായിട്ടും ഫ്രാൻസിലെ റഫേൽ യുദ്ധവിമാനം ഉൾപ്പെടെ ലോകത്തെ ഒരുപാട് യുദ്ധവിമാനങ്ങളുമായിട്ട് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു വിമാനം തന്നെയാണ് നമ്മുടെ തേജസ് യുദ്ധവിമാനം എന്ന് പറയുന്നത്. സൗത്ത് കൊറിയൻ എയർക്രാഫ്റ്റുമായിട്ട് അത് മത്സരിക്കും, തുർക്കിയുമായിട്ട് മത്സരിക്കും, നിലവിൽ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട്. അതായത് ഇതൊരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാത്തരം യുദ്ധവിമാനങ്ങളുമായിട്ടും മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു വിമാനമാണ് തേജസ്. പാകിസ്ഥാൻ ചൈന നിർമ്മിതമായിട്ടുള്ള JF-17 മത്സരിക്കും, J-10 മത്സരിക്കും, നിരവധി യുദ്ധവിമാനങ്ങളുമായിട്ട് നമ്മുടെ തേജസ് മത്സരിക്കും. പല രാജ്യങ്ങളും ഇത് വാങ്ങാൻ മുന്നോട്ട് വരും. ഈ ഒരു അപകടത്തെ തുടർന്ന് എന്താണ് ഇനി സംഭവിക്കുക? ഏതെങ്കിലും ഒരു രാജ്യം ഈ അടുത്ത കാലത്ത് ഇനി തേജസ് വാങ്ങാൻ ധൈര്യം കാണിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം തേജസ് യുദ്ധവിമാനം വാങ്ങാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്യും? ഇന്ന് ഈ ദുബായ് എയർ ഷോയിൽ തകർന്നു വീണ വിമാനമാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നിങ്ങൾ ഇത്ര പ്രാധാന്യമാണോ കൊടുക്കുന്നത്, ഇത്രേ ഉള്ളോ വില എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ എന്ത് ചെയ്യും? അവിടെ ഇളക്കി വിടാൻ പറ്റും. അതിലൂടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ആയുധ വിപണിയിലെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും. എന്ന് വെച്ചാൽ ഇന്ന് സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും തേജസ് യുദ്ധവിമാനം തകർന്നു വീണതുകൊണ്ട് നേട്ടമുണ്ട്. അമേരിക്കയ്ക്ക് നേട്ടമുണ്ട്, ചൈനയ്ക്ക് നേട്ടമുണ്ട്, ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിക്കുന്ന JF-17 നേട്ടമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തുർക്കിക്ക് നേട്ടമുണ്ട്, സൗത്ത് കൊറിയയ്ക്ക് നേട്ടമുണ്ട്, എന്തിനേറെ പറയുന്നു റഷ്യയ്ക്ക് പോലും നേട്ടമുണ്ട്. പല രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ തേജസ് യുദ്ധവിമാനത്തിന് പകരം വിറ്റഴിക്കപ്പെടാനുള്ള ഒരു സാധ്യത തുറന്നു വന്നിരിക്കുകയാണ്. ഇവിടെ പൈലറ്റിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പൈലറ്റിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ലോകത്തെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായിട്ടുള്ള ദുബായിൽ നടക്കുന്ന ഒരു എയർ ഷോ, ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു എയർ ഷോ ആണ്. അവിടെ കച്ചവടങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒരു അപകടം നമുക്കുണ്ടായിരിക്കുന്നത്. നമ്മുടെ വിമാനം തകർന്നു വീഴുന്നത് ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളും കവർ ചെയ്യും. പൈലറ്റിന്റെ ജീവൻ നഷ്ടമായത് മുഴുവൻ മാധ്യമങ്ങളും കവർ ചെയ്യും. ഇതിലൂടെ തേജസ് യുദ്ധവിമാനങ്ങളുടെ വിപണി സാധ്യത അല്ലെങ്കിൽ നാളെ നമ്മുടെ യുദ്ധവിമാനങ്ങൾ മറ്റ് രാജ്യങ്ങൾ വാങ്ങാനുള്ള ഒരു സാധ്യതയാണ് താൽക്കാലികമെങ്കിലും ഈ ഒരു സംഭവം ബാധിച്ചിരിക്കുന്നത്. ഒരു ചെറിയ സംഭവമല്ല, ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരു നാണക്കേട് കൂടിയാണ് ഈ സംഭവം. അവിടെയാണ് അട്ടിമറി സാധ്യതയെന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തത്. നോക്കൂ, F-16, JF-17, MiG-21 പോലെയുള്ള വിമാനങ്ങളുടെ ഒരു ട്രാക്ക് റെക്കോർഡുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കുറവ് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള നമ്മുടെ എയർക്രാഫ്റ്റ് ദുബായ് എയർ ഷോയിലാണ് ഇപ്പോൾ തകർന്നു വീണ് പൈലറ്റ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് വാർത്താ പ്രാധാന്യം ഉണ്ടാവും. സോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ശക്തമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന നിഗൂഢ ശക്തികളുടെ ഇടപെടലുകൾ വീണ്ടും തീർച്ചയായും സംശയിക്കേണ്ടതാണ്. ഞാനിത് ഒരു ആരോപണമായിട്ട് പറയുന്നതല്ല, സ്വാഭാവികമായി ഒരു മനുഷ്യന് തോന്നുന്ന സംശയമാണ്. കാരണം ഇത്രയും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള നമ്മുടെ വിമാനം തകർന്നു വീഴുമ്പോൾ ദുബായ് എയർ ഷോയിൽ നമ്മൾ എത്ര തയ്യാറെടുപ്പോടെ ആയിരിക്കാം പോയിരിക്കാം, അവിടെ ഇത് തകർന്നു വീഴുമ്പോൾ മറ്റുള്ള ബാഹ്യ ഇടപെടലുകൾ, ദുരൂഹമായ ഇടപെടലുകൾ ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് ന്യായമായി നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണങ്ങൾ ഉടനെ തന്നെ ഉണ്ടാവും. ഇത് സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ നമുക്ക് പുറത്തു വരും. ആ സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ഇതൊരു അട്ടിമറി സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും